നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന 30 വയസ്സുകാരനായ യുവാവിനെ കുറിച്ച് ഇനിയും യാതൊരു രൂപരേഖയും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് ഇനിയും ദുഷ്കരമായി തന്നെ തുടരുകയാണ്. ഗംഗാവലി നദിയുടെ അടിയിൽ ഏതാണ്ട് 12 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെയാണ് അടിയൊഴുക്ക് എന്നുള്ളതാണ് അറിയുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തെ മറികടന്നുകൊണ്ട് സ്കൂബ ഡൈവേഴ്സിന് പോലും വണ്ടി തലകുത്തി നിൽക്കുന്നു, അതായത് അർജുൻ ഓടിച്ച് വണ്ടി തലകുത്തി ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം സ്കൂബ ഡൈവേഴ്സിന്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ഉദ്യമത്തിന് ഒരുങ്ങുക വഴി എന്താണ് അതിൻ്റെ പ്രയോജനകത എന്നാണ് ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്നത്. അതായത് ലോറി പല ഭാഗങ്ങളായി തകർന്നു എന്നായിരുന്നു ആദ്യം ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ തെളിഞ്ഞത്. എന്നാൽ ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടില്ല, അത് അപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് പുതിയ വർത്തമാനങ്ങൾ എത്തുന്നത്. അതെന്ത് തന്നെയായാലും ലോറിക്കടിയിൽ ഏതാണ്ട് 60 കിലോമീറ്റർ മണ്ണിനടിയിൽ വരെ, അത് വെള്ളത്തിലായാലും മണ്ണിലായാലും മനുഷ്യ ശരീരമുണ്ടെങ്കിൽ അത് ജീവനോടെ ആയാലും അല്ലാതെ ആയാലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ തക്ക കഴിവുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ ലോറിക്കുള്ളിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അർജുൻ ഈ ലോറിയിലില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഇതെല്ലാം നിഗമനങ്ങൾ മാത്രമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതുവരെയും നടന്നതെല്ലാം ഇക്കാര്യത്തിൽ നിഗമനങ്ങൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ തിരച്ചിലിനൊടുവിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരവും ഇത് തന്നെയാണ്. മണ്ണിനടിയിൽ 60 മീറ്റർ വരെ ആഴത്തിലുള്ള മൃതശരീരങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്ന ഈ ഉപകരണം കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം വണ്ടിയിൽ, അതായത് ലോറിയിൽ ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനായ ഇന്ദ്രപാൽ നമ്പ്യാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധനകൾ അത്രയും ഇന്നലെ പുരോഗമിച്ചത്. എന്നാൽ ഇന്ന് വെളുപ്പിനെ ഇന്ദ്രപാൽ നമ്പ്യാരെ ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഏതാണ്ട് നിലച്ച മട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വേണം ഇനിയും തിരച്ചിൽ നടത്താൻ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഈ മണ്ണിടിച്ചിൽ, അതായത് 300 മീറ്റർ ഉയരെ നിന്നും മണ്ണിടിഞ്ഞ് കുന്നിടിഞ്ഞ് അർജുൻ ഓടിച്ചിരുന്നു എന്ന് പറഞ്ഞ വണ്ടിയുടെ മുകളിൽ നിപതിക്കുകയും വണ്ടിയിലെ ലോഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഗംഗാവലി നദിയിലേക്ക് പതിക്കുമ്പോൾ ആ വണ്ടിക്കകത്ത് അർജുൻ ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രപാൽ നമ്പ്യാർ അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ. ഈ സമയത്ത് അർജുൻ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഒന്നുകിൽ പരിസരത്തുള്ള ചായക്കടയിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് അല്പം മാറി നടക്കാനോ എങ്ങനെയെങ്കിലും മാറിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ 11 ദിവസമായിട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇനി അർജുനെ ഏത് തരത്തിൽ കണ്ടെത്താനാകും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ചായക്കടക്കാരനും ഭാര്യയും മകളും അടക്കം 4 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇവർ 4 പേരുൾപ്പെടെ 9 പേരുടെ മൃതദേഹങ്ങളാണ് പുഴയിൽ നിന്നും കണ്ടെടുത്തത്. കൂടാതെ ഒരു ടാങ്കർ ലോറി പുഴയിൽ 8 കിലോമീറ്റർ, അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്നതായി കണ്ടു. മറ്റൊരു ടാങ്കർ ലോറി പൊട്ടിത്തെറിക്കുകയുണ്ടായി എന്നും ദൃക്സാക്ഷികൾ പലരും രേഖപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുഴയുടെ അടിയിൽ പല ഭാഗത്തായി കണ്ട ലോഹഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച ലോറിയുടേതാവാം എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു നിഗമനം. ഇതെന്ത് തന്നെയായാലും ഇനി 11 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ മണ്ണിനടിയിലായാലും പുഴയ്ക്കടിയിലായാലും അർജുൻ ജീവനോടെ ഉണ്ടായിരിക്കുവാനുള്ള സാധ്യത തുലോം വിരളമാണ് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാവലി പുഴയുടെ ഭീകരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ അടിയൊഴുക്കുള്ള 12 മുതൽ 15 കിലോമീറ്റർ വേഗതയിൽ അടിയൊഴുക്കുള്ള നദിയിൽ സ്കൂബ ഡൈവേഴ്സ് മുങ്ങിത്താണ് ഒരു മനുഷ്യജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ ദൗത്യം തുടരുന്നതിൽ തെറ്റില്ല എന്നാണ്. എന്നാൽ ഒരു മനുഷ്യജീവന്റെ സാന്നിധ്യം രേഖപ്പെടുത്താത്തിടത്തോളം കാലം ഇനി എന്തിനാണ് സ്കൂബ ഡൈവേഴ്സിന്റെ ജീവൻ വരെ പണയപ്പെടുത്തി ഇത്തരം ഒരു രക്ഷാദൗത്യത്തിന്റെ പ്രസക്തി എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ അണിയറയിൽ മറ്റുള്ള ആലോചനകൾ നടക്കുന്നു. ഇതിന്റെ കൃത്യമായ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രപാൽ നമ്പ്യാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൃത്യമായി കഴിഞ്ഞിരിക്കുന്നു, അർജുൻ അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഈ ലോറിയുടെ ക്യാബിനിൽ ലോറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്നാൽ ഈ സമയത്ത് അർജുൻ മണ്ണിനടിയിൽ പെടുകയോ അല്ലെങ്കിൽ പുഴയിലേക്ക് തെറിച്ചു വീഴുകയോ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട് എന്നാണ് നിഗമനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു,
പുഴയിൽ ചെളിക്കൂമ്പാരത്തിൽ, അതായത് കുന്നിടിഞ്ഞു വീണ മൺകൂമ്പാരത്തിൽ ചെളിക്കൂമ്പാരത്തിൽ തല കുത്തനെ നിൽക്കുന്ന ലോറിക്കടിയിൽ അർജുൻ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അർജുനെ കണ്ടെത്താൻ, ജീവനോട് കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷ അർജുന്റെ വീട്ടുകാർക്ക് പോലും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും, തെരച്ചിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോഴും പിന്നീട് വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഊർജിതമായ കേന്ദ്രസേനയുടെയും നാവികസേനയുടെയും കർണാടക സർക്കാരിൻ്റെയും എല്ലാം സംയുക്തമായ രീതിയിലുള്ള, വളരെ സ്തുത്യർഹമായ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് അർജുനെ കണ്ടെത്തുവാൻ വേണ്ടി നടത്തിയത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രതികൂല കാലാവസ്ഥയായിരുന്നിട്ട് കൂടി ഇത്തരം അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ദൗത്യം പുരോഗമിക്കുന്നതിനിടയിൽ പോലും അർജുനെ ജീവനോടുകൂടിയോ അല്ലാതെയോ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇനിയും അർജുൻ എവിടെയാണ് എന്നുള്ളതിന് ഒരു നിശ്ചയമില്ല. കേൾക്കുന്ന കിംവദന്തികൾ പോലെ അർജുൻ തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ളത് പറയാനും പറ്റില്ല. എന്തായാലും ഊഹാപോഹങ്ങൾക്ക് അപ്പുറമാണ് അർജുൻ മറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചെളിക്കൂമ്പാരത്തിൽ തലകുത്തനെ നിൽക്കുന്ന മൺകൂനയ്ക്കുള്ളിൽ, ചെളിക്കൂമ്പാരത്തിനുള്ളിൽ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ലോറി തലകുത്തി നിൽക്കുന്നു. ഈ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഇല്ല എന്ന് തന്നെയല്ല, മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം പോലും ഇതിൽ ഇല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നത്. ഇനിയും അർജുനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം ശക്തമായുള്ള പുഴയുടെ അടിയൊഴുക്കിൽ അർജുൻ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇനി എങ്ങനെ കണ്ടെത്താനാണ് എന്നുള്ള ഒരു സംശയം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തുന്നു. എന്തായാലും ഇനി അർജുൻ ഇല്ല എന്ന് തന്നെയുള്ള ഒരു നിശ്ചയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം, തെരച്ചിൽ സംഘം.